Good morning all. അപ്പോൾ നമ്മള് സയൻസ് ഓഫ് ഡയറക്ഷന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. The 16th question, if southeast become north and northeast become west and so on, what will west become? അതായത് നമ്മളെ ഡയറക്ഷന്റെ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് നോർത്ത് ആയി ആൻഡ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ആയി. അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് ഏതിലേക്കാണ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് പിക്ചറിൽ കാണിച്ചതുപോലെ യൂഷ്വൽ കേസിൽ നമുക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇതുപോലെയാണ്. നോർത്ത് മുകളിൽ, ദെൻ സൗത്ത്, റൈറ്റ് സൈഡിൽ ഈസ്റ്റ്, ദെൻ ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ്, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് നോർത്ത് ആയി ആൻഡ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് എന്തായി? വെസ്റ്റ് ആയി. അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിക്കേ, റൊട്ടേഷൻ ഒന്ന് നോക്കിക്കേ. സൗത്ത് ഈസ്റ്റ്, നമ്മൾ സൗത്ത് ഈസ്റ്റ് കിടക്കുന്നത് എവിടെ? സൗത്ത് ഈസ്റ്റ് നോർത്ത് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് നോർത്തിലെത്തി. അതായത് എത്ര റൊട്ടേറ്റ് ചെയ്തു? അതായത് സൗത്ത് ഈസ്റ്റിന് ഈസ്റ്റിലേക്ക് ഒരു റൊട്ടേഷന്, അത് 1 ആക്കി എടുക്കുക. ഈസ്റ്റിന് നോർത്ത് ഈസ്റ്റിലേക്ക് സെക്കൻഡ് ആൻഡ് ദെൻ നോർത്തിലേക്ക്, അതായത് 3 റൊട്ടേഷൻ ആണ് ഉണ്ടായത്. അങ്ങനെയാണ് സൗത്ത് ഈസ്റ്റ് എന്തായത്? നോർത്ത് ആയത്. അപ്പോൾ 3 റൊട്ടേഷനിലെ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് എന്തായി? നോർത്ത് ആയി. സെയിം കേസിൽ പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് ആയി. അപ്പോൾ അവിടെ എത്ര റൊട്ടേഷൻ ഉണ്ട് നോക്കുക. നോർത്ത് ഈസ്റ്റ് പറയുന്നത് 1 റൊട്ടേഷൻ ആയാൽ നോർത്തിലെത്തി. ദെൻ നോർത്തിൽ നിന്ന് രണ്ടാമത്തെ റൊട്ടേഷനിൽ എവിടെ എത്തും? നോർത്ത് വെസ്റ്റിലെത്തും. ദെൻ തേർഡിലാണ് വെസ്റ്റിലെത്തുന്നത്. അപ്പോൾ സെയിം ഈ ഒരു റൊട്ടേഷൻ തന്നെ അവിടെ ഉണ്ടാകുന്നത്. 3 റൊട്ടേഷനിൽ എന്തായി? നോർത്ത് ഈസ്റ്റ് വെസ്റ്റിലേക്ക് പോയി. അതായത് ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 3 റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 2 കേസിലും ഈ ഒരു റിസൾട്ട് നമുക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്? വെസ്റ്റ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ വെസ്റ്റ് ഇതുപോലെ 3 റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് കിട്ടും? വെസ്റ്റിൽ ഫസ്റ്റ് റൊട്ടേഷൻ സൗത്ത് വെസ്റ്റിൽ വന്നു, ദെൻ സെക്കൻഡ് റൊട്ടേഷനിൽ സൗത്തിൽ വന്നു, ദെൻ തേർഡ് റൊട്ടേഷനിൽ എന്ത് വരും? സൗത്ത് ഈസ്റ്റിൽ വരും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ്. കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ആൻസർ സി ഓപ്ഷൻ സൗത്ത് ഈസ്റ്റ് ആണ്, കറക്റ്റ് ആണ്. അപ്പോൾ എത്ര ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ റൊട്ടേഷൻ എത്രയാണോ നോക്കുക. അത് ആന്റി ക്ലോക്ക് വൈസ് ആയാലും ക്ലോക്ക് വൈസ് ആയാലും സെയിം റൊട്ടേഷന് നമ്മൾ ആൻസർ കണ്ടെത്തേണ്ട ഡയറക്ഷനും അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? A man walks 5 kilometers towards south. 5 kilometers സൗത്തിലേക്ക് വാക്ക് ചെയ്തു ആൻഡ് then returns to right. Then റൈറ്റിലേക്ക് റിട്ടേൺ ചെയ്തു. ആഫ്റ്റർ വാക്കിംഗ് 3 kilometers he returns left. ലെഫ്റ്റിലേക്ക് റിട്ടേൺ, റിട്ടേൺ അല്ല, ടേൺ ആണ്, സോറി. Question: A man walks 5 kilometers towards south and then turns to right. After walking 3 kilometers, he turns to left and walks 5 kilometers. Now, in which direction is he from the starting place? Starting place നിന്ന് ഏത് ഡയറക്ഷനിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കോ, ആദ്യം 5 kilometers towards ആണ് അയാള് നടന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു പിക്ചറൈസേഷൻ നോക്കാം.
അപ്പൊ അതിന്റെ ഒരു പിക്ചറൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നോക്കിക്കേ. അപ്പൊ ആദ്യം പറയണത് 5 കിലോമീറ്റർ ടുവാർഡ് സൗത്തിലേക്ക് മൂവ് ചെയ്തു എന്നാണ്. ആ ഒരു സൗത്തിലേക്കുള്ള മൂവ്മെന്റ് ആണിത്. ദെൻ സൗത്തിലേക്ക് 5 കിലോമീറ്റർ മൂവ് ചെയ്തതിന് ശേഷം അയാൾ എന്ത് ചെയ്തു, റൈറ്റിലേക്ക് ടേൺ ചെയ്തു. അപ്പൊ സൗത്തിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മൾ വെസ്റ്റിലേക്കാ പോവുക. ദെൻ വെസ്റ്റിലേക്ക് 3 കിലോമീറ്റർ മൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും, തിരിച്ച് നമ്മൾ സൗത്തിലേക്ക് തന്നെ ആവും. ദെൻ സൗത്തിലേക്ക് 5 കിലോമീറ്റർ മൂവ് ചെയ്തു. അപ്പൊ ഇത് സൗത്ത് ആണ്, ഇത് പറയണത് വെസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് സ്റ്റാർട്ടിങ് പൊസിഷനെ കമ്പയർ ചെയ്തിട്ട് നോക്കുകയാണ്. എ എന്നുള്ള പൊസിഷനെ കൺസിഡർ ചെയ്തിട്ട് അതിനെ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡി എന്ന പൊസിഷൻ ഏത് ഡയറക്ഷനിലാണെന്നുള്ളതാ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം, ഡയറക്ഷൻ വരച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആദ്യം ഇത് പറയുന്നത് സൗത്തിലേക്കാണ്, ഇത് എന്ന് പറയുന്നത് എന്താണ്, വെസ്റ്റിലേക്കാണ്. അപ്പൊ നമ്മൾ ഡി പറഞ്ഞ ഇത് വരുന്നത് ഏതിലാണ്, സൗത്ത് വെസ്റ്റിലായിരിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഏത് ഡയറക്ഷനിൽ നിന്നും റൈറ്റിലേക്കാണ് ടേൺ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കിയാൽ മതി, അതെന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ നോർത്തിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്തു റൈറ്റിലേക്ക് ടേൺ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ നോർത്തിൽ നിന്ന് പോകുന്നത് എവിടേക്കാണ്, ഈസ്റ്റിലേക്കാണ്. ഇവിടുന്ന് ഈസ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എന്ന് പറയുമ്പോൾ സൗത്തിലെത്തും. ദെൻ സൗത്തിൽ നിന്ന് റൈറ്റിലേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വെസ്റ്റിലെത്തും. വെസ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പറയുമ്പോൾ നോർത്തിലെത്തും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. റൈറ്റ് ടേൺ എന്ന് പറയുന്നത് എന്താണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ്മെന്റ് ഉണ്ടാവുക. ഓക്കെ, ദെൻ ലെഫ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് ഉണ്ടാവുക. നോർത്തിൽ നിന്ന് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ വെസ്റ്റ് ആണ്, വെസ്റ്റിൽ നിന്ന് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ സൗത്ത് ആണ്. ദെൻ സൗത്തിൽ നിന്ന് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈസ്റ്റ്, ഈസ്റ്റിൽ നിന്ന് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നോർത്ത്. ഓക്കെ, അപ്പൊ ഈ എന്താ അകത്തുള്ള ഇതെന്ന് പറയുന്നത് ലെഫ്റ്റും ദെൻ പുറത്തുള്ള ആരോസ് എന്ന് പറയുന്നത് റൈറ്റും ആണ്. അപ്പോൾ റൈറ്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എന്താണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള റൊട്ടേഷൻ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. Next question. Rahul put his timepiece on table in such a way that at 6 p.m. our hand points to north. In which direction the minute hand will point at 9:15 p.m. അപ്പോൾ രാഹുല് ടൈം പീസ് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, അതായത് 6 PM വരുമ്പോൾ ടൈം പീസിൽ 6 PM ആണ് ടൈം എന്നുണ്ടെങ്കിൽ അപ്പോൾ കാണിക്കുന്ന ആ 6 PM കാണിക്കുന്ന ഹവർ ഹാൻഡ് എന്ന് പറയുന്നത് നോർത്തിലേക്ക് പോയിന്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഹവർ ഹാൻഡ് നോർത്തിലേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിലാണ് 6 PM സെറ്റ് ചെയ്തിട്ട്, അങ്ങനെയാണ് അതിന്റെ ഒരു പൊസിഷൻ വെച്ചിട്ടുള്ളത്. ഏത് ടൈം പീസിന്റെ പൊസിഷൻ വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 9:15 PM എങ്ങനെയാണ് മിനിറ്റ് പോയിന്റ് ഏത് ഡയറക്ഷൻ, മിനിറ്റ് ഹാൻഡ് ഏത് ഡയറക്ഷനിലേക്കാണ് പോയിന്റ് ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ടൈം പീസ് എങ്ങനെ വെച്ചിരുന്നത്, അപ്പൊ നമുക്കറിയാം എന്താണ്, നമ്മൾ 6 PM എന്ന് പറയുമ്പോൾ ഹവർ ഹാൻഡ് എന്ന് പറയുമ്പോൾ 6-ലും അപ്പോൾ ഒരു യൂഷ്വൽ കേസിൽ നമ്മളൊരു ക്ലോക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടൈം പീസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നോർത്തില് ഇവിടെ 12-ഉം ദെൻ താഴെ 6, ദെൻ ഈസ്റ്റില് 3, വെസ്റ്റില് 9 ഇങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ ഇയാള് ടൈം പീസ് വെച്ചത് എങ്ങനെയാണ്,
അപ്പോൾ 6 PM എന്ന് പറയുമ്പോൾ എന്താ, അവർ ഹാൻഡ് എന്ന് പറയുന്നത് 6ലേക്കും മിനിറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ 12ലേക്കും ആണ്. അപ്പൊ യൂഷ്വൽ കേസിൽ എങ്ങനെ ഉണ്ടാവുക, മിനിറ്റ് ഹാൻഡ് ആണ് നോർത്തിലേക്ക് പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഹവർ ഹാൻഡ് എന്ന് പറയുന്നത് സൗത്തിലേക്ക് ആയിരിക്കും. പക്ഷെ ഇയാൾ ടൈം പീസ് വെച്ച രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞത്, ഹവർ ഹവർ ഹാൻഡ് ആണ് എന്തിൽ വന്നത്, നോർത്തിൽ പോയിന്റ് ചെയ്തിട്ട് വന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, 6 എന്ന് പറയുന്നത് നോർത്തിലും 12 എന്ന് പറയുന്നത് എന്താണ്, സൗത്തിലും ആണുള്ളത്. ദെൻ അങ്ങനെ വരുമ്പോ എന്തായിരിക്കും, നേരെ എല്ലാം മാറും. അതായത് ഈസ്റ്റില് 9 വരും, ദെൻ വെസ്റ്റില് 3 ആയിട്ട് വരും. ഓക്കെ, അപ്പോഴാണ് ഹവർ ഹാൻഡ് എന്ന് പറയുന്നത് നോർത്തിലും മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് എന്തിലും വരുള്ളൂ, സൗത്തിലും വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ 9:15 ഉള്ള പോയിന്റ് 9:15 PM മിനിറ്റ് ഹാൻഡിന്റെ ഡയറക്ഷൻ ഏതാണെന്നുള്ളത് ക്വസ്റ്റ്യൻ. അപ്പൊ 9:15 എന്ന് പറയുമ്പോൾ എന്താണ്, ഹവർ ഹാൻഡ് എന്ന് പറയുന്നത് ഹവർ ഹാൻഡ് എന്ന് പറയുന്നത് 9ലും ദെൻ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ഏതിലുമാണ്, 3ലും വരിക. അപ്പോൾ 3 എന്ന് കിടക്കുന്നത് എവിടെയാണ്, വെസ്റ്റ് ഡയറക്ഷനിലാണ്. സോ മിനിറ്റ് ഹാൻഡ് ഏത് പോയിന്റ് ടുവാർഡ്സ് വെസ്റ്റ്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാള് ടൈം പീസ് വെച്ചത് എങ്ങനെയാണ്, തല കുത്തനെയാണ് വെച്ചത്. അതായത് 12 താഴെയും 6 മുകളിലും വരുന്ന രീതിയിൽ. അപ്പൊ എല്ലാ ഡയറക്ഷനും എന്തായി പോവും, മാറിപ്പോവും. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. The next question. Rasik walked 20 meter towards north. അപ്പൊ ആദ്യം 20 meter towards northലേക്ക് 20 meter walk ചെയ്തു. Then he turned right and walked 30 meter. Then turned right, walked 35 meter. Then turned left, walked 15 meter. Finally, he turned left, walked 15 meter. In which direction and how many meters is he from the starting position? Starting position നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്, ദെൻ അതിന്റെ ഡയറക്ഷൻ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ റാസിക്ക് ഫസ്റ്റ് 20 മീറ്റർ ടുവാർഡ്സ് നോർത്തിലേക്ക് നടന്നു. അത് കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 30 മീറ്റർ നടന്നു. അഗൈൻ റൈറ്റിലേക്ക് ടേൺ ചെയ്തു, 35 മീറ്റർ നടന്നു. അഗൈൻ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് 50 മീറ്റർ. അഗൈൻ ലെഫ്റ്റിലേക്ക് 15 മീറ്റർ നടന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസും പൊസിഷനും ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് സൊല്യൂഷൻ ഡയഗ്രാം വെച്ചിട്ടൊന്ന് നോക്കി നോക്കാം. ഇപ്പൊ എന്താണ് പറഞ്ഞത്, അയാൾ ആദ്യം 20 മീറ്റർ നോർത്തിലേക്കാണ് നടന്നത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 20 മീറ്റർ നോർത്തിലേക്ക് അയാൾ നടന്നു. എന്നാൽ അയാൾ ടേൺ റൈറ്റ് എന്ന് പറഞ്ഞു. ടേൺ റൈറ്റ് പറഞ്ഞു, ഞാൻ പറഞ്ഞു അത് ക്ലോക്ക് വൈസിലുള്ള ഡയറക്ഷൻ. അപ്പൊ നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ടേൺ റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിലേക്കും, ഈസ്റ്റിലാണ്. അപ്പൊ ഈസ്റ്റിൽ എന്തായി, അപ്പൊ ആദ്യം നോർത്തിലേക്ക് അയാൾ മൂവ് ചെയ്തു 20 മീറ്റർ. ദെൻ അയാൾ എന്ത് ചെയ്തു, റൈറ്റിലേക്ക് ടേൺ ചെയ്തു 30 മീറ്റർ. നോർത്തിൽ നിന്ന് റൈറ്റിലേക്ക് പോകാന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് റൊട്ടേഷനാ വരിക. ദാറ്റ് മീൻസ് ഈസ്റ്റിൽ എത്തും അയാള്, ഈസ്റ്റ് ഡയറക്ഷനിലാണ് അയാൾ ഉണ്ടാവുക. ദെൻ അഗൈൻ അയാൾ ടേൺ റൈറ്റ് എന്നാ പറയാ. അപ്പോഴും ക്ലോക്ക് വൈസ് ആണ് നോക്കുന്നത്. ഈസ്റ്റിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള മൂവ്മെന്റ് നോക്കുമ്പോൾ നമ്മൾ ഏതിലാ വരിക, സൗത്തില്. 35 മീറ്റർ അയാള് എന്ത് ചെയ്തു, വാക്ക് ചെയ്തു. ദെൻ അയാൾ എന്താ ചെയ്തത്, ലെഫ്റ്റിലേക്കാണ്. ലെഫ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ നോക്കണത്, ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ സൗത്തിന് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ അഗൈൻ റിട്ടേൺ ടു ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പൊ ഈസ്റ്റിലേക്ക് എത്തി. ദെൻ ഈസ്റ്റ് ഡയറക്ഷനിൽ, ഇത് സൗത്ത് ഡയറക്ഷനിലാണ്. ദെൻ ഈസ്റ്റ് ഡയറക്ഷനിൽ അഗൈൻ അയാൾ എന്താ ചെയ്തത്, നോർത്തിലേക്ക്. ദെൻ അഗൈൻ അയാൾ ലെഫ്റ്റ് ടേൺ ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ ഈസ്റ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ അയാൾ എന്തായത്, നോർത്തിലേക്കാണ് പോയത്.
അപ്പോൾ സ്റ്റാർട്ടിംഗ് പൊസിഷൻ വെച്ചിട്ട് എന്താണ് നമ്മൾ പറഞ്ഞത്, ഡയറക്ഷൻ നോക്കാനാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഡ്രോ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, ഏത് ഡയറക്ഷനിലായിരിക്കും, ഇവിടെ നോർത്ത് വരും, സൗത്ത് വരും, ഈസ്റ്റ് വരും, വെസ്റ്റ് വരും. അപ്പൊ ഏതാണ്, സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് നോക്കാട്ടോ. സോറി, ഈസ്റ്റില്, സൗത്ത് ഈസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ദെൻ നമുക്ക് എന്തും കൂടി നോക്കാനുണ്ട്, ഡിസ്റ്റൻസും കൂടി നോക്കാനുണ്ട്. സൗത്ത് ഈസ്റ്റ് ഇല്ല കേട്ടോ, ഈസ്റ്റ് ആണ്. ഞാൻ അത് സൗത്ത് ഈസ്റ്റ് അല്ലാതിരിക്കാനുള്ള കാരണം കൂടി ഞാൻ പറയാം. ആ ഒരു ഡിസ്റ്റൻസ് നോക്കിക്കേ, ഇവിടെ കറക്റ്റ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇവിടെ 20 മീറ്ററും ഇത് മൊത്തം നോക്കുമ്പോ എന്താണ് 35 ആണ്, ആണല്ലോ. അപ്പൊ ആ അത് ഈസ്റ്റ് തന്നെ വരാനുള്ള റീസൺ ആണ് ഞാൻ പറയണത്. ഈ ഒരു ലെങ്ത് പറയുമ്പോൾ 35 ആണ്, ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് 20 ആണ്. അപ്പൊ ബാക്കി നമുക്ക് എത്രയുള്ളത് 15 തന്നെയാണ് ഉള്ളത്. ആ ഒരു 15 തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് സെയിം ലെവലിൽ തന്നെയാണ് ഇത് വരിക. സ്റ്റാർട്ടിംഗ് പോയിന്റും ഫൈനൽ പോയിന്റും ഏതാണ്, സെയിം ലെവലിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഈസ്റ്റ് തന്നെയാണെന്ന് പറയുന്നത്. നേരെ മറിച്ച് ഈ ഒരു പോയിന്റ്, ഈ സ്പൈനൽ പോയിന്റ് എന്ന് പറയുന്നത് താഴോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് സൗത്ത് ഈസ്റ്റിലാണ് പറയാം. അല്ലെങ്കിൽ ഇത് 15നേക്കാളും കൂടിയിട്ട് ഈ ഒരു ലെവലിന് ഏനേക്കാളും മുകളിലുള്ള ലെവലിലാണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, നോർത്ത് ഈസ്റ്റിലാണെന്ന് പറയും. അപ്പൊ അത് കറക്റ്റ് ഈസ്റ്റ് ഡയറക്ഷനിലാണെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഫൈനൽ പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റും സെയിം ലെവലിൽ തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിസ്റ്റൻസ് ആണ് നോക്കാൻ പറഞ്ഞത്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫൈനൽ പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ബി സി പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 30. ദെൻ ഇവിടുന്ന് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത്, ഡി ഇ പറഞ്ഞ ഡിസ്റ്റൻസ്, അത് പറയുന്നത് 15 ആണ്. അപ്പോൾ 30 + 15 = എന്താണ്, 45 മീറ്റർ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, two car starts from opposite places of a main road. They are 150 kilometers apart. First car runs for 25 kilometers and takes right turn, then runs 50 kilometers. It then turns left, then runs another 25 kilometers, then takes direction back to reach main road. In the meantime, due to minor breakdown, the other car has run only 35 kilometers along main road. What would be the distance between two cars at this point? അപ്പോൾ രണ്ട് കാറുകള് ഓപ്പോസിറ്റ് മെയിൻ റോഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ
വരികയാണ്. രണ്ട് കാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 കിലോമീറ്റർ ആണ്. ദെൻ ഫസ്റ്റ് കാർ എന്ന് പറയുന്നത് 25 കിലോമീറ്റർ റൺ ചെയ്തിട്ട് ദെൻ റൈറ്റിലേക്ക് ടേൺ ചെയ്തു. റൈറ്റിലേക്ക് ടേൺ ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്തു, ഒരു 50 കിലോമീറ്റർ റൺ ചെയ്തു. ദെൻ 50 റൈറ്റിലേക്ക് 15 കിലോമീറ്റർ റൺ ചെയ്തതിന് ശേഷം ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് ഒരു 25 കിലോമീറ്റർ കൂടി അയാൾ എന്ത് ചെയ്തു, റൺ ചെയ്തു. ദെൻ അത് ടേക്സ് ഡയറക്ഷൻ ബാക്ക്. അപ്പോ ഈ ഒരു സമയത്തില് മൈനർ ബ്രേക്ക് ഡൗൺ കാരണം എന്താണ്, സെക്കൻഡ് കാർ ഓൺലി 35 കിലോമീറ്റർ മാത്രമാണ് എന്ത് മെയിൻ റോഡിലൂടെ എലോങ് മെയിൻ റോഡിലൂടെ എന്തായത് റൺ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ രണ്ട് കാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പിക്ചറൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് കാർ എന്ന് പറയുന്നത് എലോങ് റോഡ്, അതായത് ആ റോഡിന്റെ അതേ മെയിൻ റോഡിന്റെ അതേ ഡയറക്ഷനിൽ 25 കിലോമീറ്റർ ആദ്യം എന്ത് ചെയ്തു, മൂവ് ചെയ്തു. എന്നിട്ട് അത് അയാള് റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 50 കിലോമീറ്ററും കൂടി എന്ത് ചെയ്തു, മൂവ് ചെയ്തു. ദെൻ ലെഫ്റ്റിലേക്ക് 25 കിലോമീറ്റർ. ഓക്കെ, ഈ ഒരു സമയത്ത് ഓൺലി 35 കിലോമീറ്റർ സെക്കൻഡ് കാറും മൂവ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് അവർ രണ്ടാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 150 കിലോമീറ്റർ. ഈ 150 കിലോമീറ്ററിൽ 25 കിലോമീറ്റർ പ്ലസ് 25 കിലോമീറ്റർ എന്ത് ചെയ്തു, ഫസ്റ്റ് കാർ ഓൾറെഡി റൺ ചെയ്തു. ദാറ്റ് ഈസ് 50 കിലോമീറ്റർ ഓൾറെഡി ഫസ്റ്റ് കാർ റൺ ചെയ്തു. ദെൻ ബാക്കി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സെക്കൻഡ് കാർ എന്ത് ചെയ്തു, 35 കിലോമീറ്ററും റൺ ചെയ്തു. അപ്പൊ ടോട്ടൽ റൺ ചെയ്തത് എത്രയാണ്, 50 പ്ലസ് 35 ദാറ്റ് ഈസ് 85 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇനി റൺ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, 150 മൈനസ് 85 ദാറ്റ് മീൻസ് 65 കിലോമീറ്റർ ആണ് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതായത് ഇനി ആ രണ്ടും മീറ്റ് ചെയ്യാൻ ഇനി എത്ര ഡിസ്റ്റൻസ് കൂടി മൂവ് ചെയ്യാണ്ട്, 65 കിലോമീറ്ററും കൂടി മൂവ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യന്. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്, മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. Starting from the point X, Jayant walked 15 meter. X-ൽ നിന്നും 15 meter towards westലേക്ക്. He turned left and walked 20 meter. He then turned left and walked 15 meter. After he turned to his right, then turned right, walked 12 meter. How far and in which direction is now Jayant from X? Okay, അപ്പോ ജയന്ത് എക്സ് ഡയറക്ഷനിൽ നിന്നും എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും 50 മീറ്റർ ടുവാർഡ് വെസ്റ്റിലേക്ക് മൂവ് ചെയ്തു. ദെൻ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് 20 മീറ്റർ വാക്ക് ചെയ്തു. അഗൈൻ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് 50 മീറ്റർ വാക്ക് ചെയ്തു. ആഫ്റ്റർ അറ്റ് ലാസ്റ്റ് റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 20 മീറ്ററും വാക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസും ഡയറക്ഷനും ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് എക്സിൽ നിന്നും 15 മീറ്റർ എന്തായി വാക്ക് ചെയ്തു. ദാറ്റ് മീൻ വെസ്റ്റിലേക്ക്. ദെൻ വെസ്റ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ആണ് എന്താക്കുന്നത്, ടേൺ ചെയ്യുന്നത്. ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യാന്ന് പറയുമ്പോൾ ഇത് വെസ്റ്റിലേക്ക്, എക്സിൽ നിന്ന് വെസ്റ്റിലേക്ക് മൂവ് ചെയ്തു. വെസ്റ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ നമ്മൾ എന്തായി, സൗത്ത് ഡയറക്ഷനിൽ വന്നു. സൗത്ത് ഡയറക്ഷനിൽ ദെൻ ലെഫ്റ്റിലേക്ക് തന്നെ ടേൺ ചെയ്തത്. സോ ഇത് ഈസ്റ്റിലെത്തും. ഈസ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ടേൺ ചെയ്തത്. സോ അതെന്ന് പറയുന്നത് സൗത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇനി ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണാനുള്ളത്. റിക്വയർഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും,
അപ്പോൾ എങ്ങനെയാണ് റിക്കവർ ഡിസ്റ്റൻസ് കാണുന്നത്? എക്സും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 20 ആണ്. എ ടു ബി എന്ന് പറയുന്നത്, ദെൻ സി ടു ഡി എന്ന് പറയുന്നത് എന്താണ്? 12 മീറ്റർ. അപ്പോൾ ടോട്ടൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 32 മീറ്റർ ആണ്. ആൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സൗത്ത് ഡയറക്ഷനിലാണ്. ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ഡയറക്ഷന് സൗത്ത് ആണ് നമ്മൾ പറയാനുള്ള കാരണം എന്താണ്? നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫൈനൽ പോയിന്റും ഏതാണ്? സെയിം ലെവലിൽ തന്നെ കിടക്കുന്നത്. നോക്കിക്കേ, ഈ ഒരു 15 മീറ്റർ തന്നെയാണ് രണ്ടിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്, അതായത് എക്സും ഡിയും സെയിം ലെവലിലാണ്. അതുകൊണ്ടാണ് ഇതെന്ന് പറയുന്നത് കറക്റ്റ് സൗത്ത് ഡയറക്ഷൻ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നോക്കിക്കേ, ഇത് എന്ന് പറയുമ്പോൾ ഈ 15 മീറ്ററിനേക്കാളും കൂടുതൽ ഉണ്ടെങ്കിൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റിലാ വരിക. ഓക്കെ, അല്ലെങ്കിൽ ഇത് 15 മീറ്റർ, ഈ ഒരു ഡയറക്ഷൻ, ഈ ഒരു ഡിസ്റ്റൻസ് പറയുന്നത് 15 മീറ്ററിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിൽ വരും? സൗത്ത് വെസ്റ്റിലാണ് വരിക. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. One evening before sunset, Rekha and Hema were talking to each other face to face. If Hema's shadow was exactly to the right of Hema, which direction was Rekha facing? അപ്പോൾ എന്താണ് പറഞ്ഞത്? ഒരു ഈവനിങ്ങില് രേഖയും ഹേമയും ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേമന്റെ ഷാഡോ എന്ന് പറയുന്നത് ചെറിയൊരു മാറ്റമുണ്ടോ? Hema's shadow was exactly to the right of Hema. Which direction was Rekha facing? അപ്പോൾ ഈവനിങ്ങിൽ എന്ന് പറയുമ്പോൾ സൺസെറ്റ് ഏത് ഡയറക്ഷനിലായിരിക്കും? വെസ്റ്റിലായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. If in the evening sunset is in west, hence then any shadow falls in east. സൺസെറ്റ് പറയുമ്പോൾ നമുക്കറിയാലോ, മോർണിംഗ് ആകുമ്പോൾ സൺ എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? ഈസ്റ്റിലും. ഈവനിങ് ആകുമ്പോൾ സൺ എന്ന് പറയുമ്പോൾ വെസ്റ്റിലും ആയിരിക്കും. അപ്പോൾ മോർണിംഗിലാവുമ്പോൾ സണ്ണ് ഈസ്റ്റിലും ഷാഡോ വെസ്റ്റിലും ആണ്. ദെൻ ഓപ്പോസിറ്റ് ആണ് ഈവനിങ്ങിൽ നടക്കുക. സൺ എന്ന് പറയുമ്പോൾ വെസ്റ്റിലും, ഷാഡോ എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? ഈസ്റ്റിലായിരിക്കും. സിൻസ് ഹേമ ഷാഡോ വാസ് ദ റൈറ്റ് ഓഫ് ഹേമ, സിൻസ് രേഖ വാസ്, ഹേമന്റെ റൈറ്റിലാണ് ഹേമന്റെ എന്ത് എടുക്കുന്നത്? ഷാഡോ എടുക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഷാഡോ വരുന്നത് എവിടെയായിരിക്കും? നമുക്കറിയാം ഈവനിങ്ങിൽ ഷാഡോ വരെ ഈസ്റ്റിലാണ്. അപ്പൊ ഹേമന്റെ റൈറ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ആണ്. അപ്പൊ ഹേമന്റെ റൈറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഹേമ നിൽക്കുന്നത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ സൗത്തിലാണ് ഹേമ നിൽക്കുന്നത് ആൻഡ് ഡയറക്റ്റഡ് ടുവേർഡ്സ് നോർത്ത് ആയിരിക്കും. അപ്പൊ രേഖന്റെ എങ്ങനെയായിരിക്കും? രേഖ നോർത്തിൽ നിന്നിട്ട് ഡയറക്റ്റഡ് ടുവേർഡ്സ് സൗത്തിലായിരിക്കും. ഓക്കെ, അപ്പൊ ഫേസ് ചെയ്യുന്നത് എന്താണ്? ഹേമ നിൽക്കുന്നത് സൗത്തിലും ഫേസ് ചെയ്യുന്നത് നോർത്തിനെയാണ്. ദെൻ രേഖ എന്ന് പറയുന്നത് നിൽക്കുന്നത് നോർത്തിലും ഫേസ് ചെയ്യുന്നത് സൗത്തും ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് ഈ പിക്ചറിൽ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായി, മോർണിംഗിന്റെ കേസിൽ വെച്ചിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത്, എ ബോയ് റോഡ് ഹിസ് ബൈസിക്കിൾ നോർത്ത്വേർഡ്സ്, അതായത് നോർത്തിലേക്ക് ഒരു സൈക്കിളിൽ പോവുകയാണ്. ദെൻ ടേൺ ലെഫ്റ്റ് ആൻഡ് റോഡ് 1 കിലോമീറ്റർ. Turn left and road 1 kilometer, and again turn left, road 2 kilometer. He found himself 1 kilometer west. Then he found himself 1 kilometer west of
ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഹൗ ഫാർ ഡിഡ് ഹി റൈഡ് നോർത്ത്വേർഡ് ഇനീഷ്യലി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി നോർത്തിലേക്ക് എത്ര ഡിസ്റ്റൻസ് ആണ് അയാൾ മൂവ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു ബോയ് ഫസ്റ്റ് നോർത്ത് ഡയറക്ഷനിൽ കുറച്ച് മൂവ് ചെയ്തു, എന്നിട്ട് പിന്നെ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 1 കിലോമീറ്ററും അഗൈൻ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 2 കിലോമീറ്ററും നടന്നു. ആ ഒരു സമയത്ത് അയാൾ നോട്ട് ചെയ്തു അയാൾക്ക് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വെസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് അയാൾ നോട്ട് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി അയാൾ നോർത്ത് ഡയറക്ഷനിൽ എത്ര ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ഒരു പിക്ചറൈസേഷൻ നോക്കാം. അപ്പൊ എന്താ പറഞ്ഞത്, ആദ്യം നോർത്തിലേക്കാണ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. സം ഡിസ്റ്റൻസ് അയാൾ നോർത്തിലേക്ക് എന്തായിരുന്നു മൂവ് ചെയ്തു, അതാണ് ഈ കാണിക്കുന്നത്. എന്നിട്ട് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു. ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യാന്ന് പറയുമ്പോൾ അയാൾ എന്ത് ചെയ്തു, വെസ്റ്റിലെത്തി 1 കിലോമീറ്റർ നടന്നു. അഗൈൻ അയാള് എന്ത് ചെയ്തു, ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു. അയാൾ എന്തായി, വെസ്റ്റിൽ നിന്നും സൗത്ത് ഡയറക്ഷനിലേക്കാണ് അയാൾ ടേൺ ചെയ്തത്. എത്ര 2 കിലോമീറ്റർ ആണ് അയാൾ എന്താക്കിയത്, മൂവ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സമയത്ത് അയാൾ എന്താണ് മനസ്സിലാക്കിയത്, അയാൾ സ്റ്റാർട്ടിംഗ് പൊസിഷനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അയാൾ 1 കിലോമീറ്റർ അപ്പാർട്ടാണ്. സെയിം അയാൾ വെസ്റ്റ് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്, അത് ശരിയാണ്. സ്റ്റാർട്ടിംഗ് പൊസിഷനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അയാൾ ഈ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് എവിടെയാണ്, വെസ്റ്റിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇവിടെയുള്ള ഈ ഇതും മുകളിലുള്ള മൂവ് ചെയ്ത ആ ഒരു ഡിസ്റ്റൻസും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് 2 കിലോമീറ്റർ ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ നമ്മൾ ഡയറക്ഷന്റെ കാര്യം ഇവിടെ ചിന്തിക്കണില്ല. ഇവിടെ ഇപ്പൊ പറഞ്ഞത് ഇത്രയും മൂവ് ചെയ്തതിന് ശേഷം നമുക്കൊരു റെക്റ്റാങ്കിൾ ആണല്ലോ കിട്ടിയത്. അതായത് രണ്ട് ഓപ്പോസിറ്റ് സൈഡും 1 കിലോമീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായിരിക്കും, അതർ ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് 2 കിലോമീറ്റർ ആയിരിക്കും. ദാറ്റ് മീൻസ് CT ഈക്വൽ ടു PA ആയിരിക്കും. അപ്പോൾ ആ ഒരു നോർത്ത് ഡയറക്ഷനിൽ അയാൾ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 2 കിലോമീറ്റർ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, then K is 40 meters southwest of L. K എന്ന് പറയുന്നത് K is 40 meters southwest of L. If M is 40 meters southeast of L, then M is in which direction of K എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് K എന്ന് പറയുന്നത് Lന്റെ സൗത്ത് വെസ്റ്റിൽ 40 മീറ്റർ അകലെയാണുള്ളത്. ദെൻ M എന്ന് പറയുന്നത് 40 മീറ്റർ ഡിസ്റ്റൻസിൽ Lന്റെ സൗത്ത് ഈസ്റ്റിലാണുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എമ്മിന്റെ ഡയറക്ഷൻ കേന് അക്കോർഡൻസ് ആയിട്ട് കേന്റെ ഏത് ഡയറക്ഷനിലാണ് എം നിൽക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ജസ്റ്റ് നോക്കാം. ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് കേന്റെ പൊസിഷൻ എന്താണ് പറഞ്ഞത്, സൗത്ത് വെസ്റ്റിൽ, എല്ലിന്റെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനില്. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ എല്ല് ഇവിടെ തന്നിട്ടുണ്ട്. എല്ലിന്റെ സെൻട്രൽ എല്ലുണ്ട്. ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് കെ എന്ന് പറയുന്നത് എല്ലിന്റെ സൗത്ത് വെസ്റ്റിൽ 40 മീറ്റർ ഡിസ്റ്റൻസിലാണ്. എം എന്ന് പറയുന്നത് എന്താണ്, 40 മീറ്റർ ഡിസ്റ്റൻസിൽ എല്ലിന്റെ സൗത്ത് ഈസ്റ്റിലാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കെയും എമ്മും
എം എന്ന് പറയുന്നത് കെന്റെ ഏത് ഡയറക്ഷനിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഡയറക്റ്റ് രണ്ടും സെയിം ലെവലിലായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എന്ത് പറയാം, ഇപ്പൊ കെയും എമ്മും സെയിം ലെവലിലാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് കെന്റെ ഈസ്റ്റ് പൊസിഷനിലാണ്, ഈസ്റ്റ് ഡയറക്ഷനിലാണ് എന്തുള്ളത് എന്ന് പറയാം, എം എന്ന് പറയാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. The next question: a man walks 2 kilometers towards north, then turns to east and walks 10 kilometers. After this turns north and walks 3 kilometers. Again he turns east and walks 2 kilometers. How far is he from the starting point? അപ്പോൾ ഫസ്റ്റിൽ പറഞ്ഞത് അയാൾ ആദ്യം ഇനീഷ്യലി അയാൾ 2 കിലോമീറ്റർ എന്താക്കി, 2 കിലോമീറ്റർ നോർത്തിലേക്ക് മൂവ് ചെയ്തു. ദെൻ ടേൺ ചെയ്ത് ഈസ്റ്റിലേക്ക് 10 കിലോമീറ്റർ മൂവ് ചെയ്തു. ദെൻ അഗെയിൻ നോർത്തിലേക്ക് തന്നെ ടേൺ ചെയ്തിട്ട് 3 കിലോമീറ്റർ, അഗെയിൻ ഈസ്റ്റിലേക്ക് തന്നെ ടേൺ ചെയ്തിട്ട് 2 കിലോമീറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിക്കേ, ഇത് ഇവിടുന്ന് അൾട്ടർനേറ്റ് ആയിട്ട് നോർത്തും ഈസ്റ്റും തമ്മിലുള്ള ഒരു ഡയറക്ഷനിലാണ് ഇവിടെ മൂവ്മെന്റ് നടക്കുന്നത്. അപ്പൊ ടോട്ടൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്, 2 കിലോമീറ്റർ പ്ലസ് 3 കിലോമീറ്റർ. അപ്പൊ ടോട്ടൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 5 കിലോമീറ്ററും ടോട്ടൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ പ്ലസ് 2 കിലോമീറ്റർ, ദാറ്റ് ഈസ് 12 കിലോമീറ്റർ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ പൈതഗോറിയൻ തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൂട്ട് ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ, ദാറ്റ് മീൻസ് 13 കിലോമീറ്റർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പൊ നമ്മൾ ആൾട്ടർനേറ്റ് ആയിട്ട് നോർത്തിലും ഈസ്റ്റിലും മാത്രമാണ് നമ്മളെ മൂവ്മെന്റ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ എന്തായത്, ടോട്ടൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസും ടോട്ടൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും സെപ്പറേറ്റ് ചെയ്ത് എടുത്തു. എന്നിട്ട് നമ്മൾ പൈതഗോറിയൻ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടു. നമുക്കറിയാം ഹൈപ്പോട്ന്യൂസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ടിന്റെ സ്ക്വയറിന്റെ സ്ക്വയർ ആഡ് ചെയ്തിട്ട് അതിന്റെ സമ്മാണെന്ന് അറിയാം. സോറി, സ്ക്വയർ ആഡ് ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന് നെയിമിങ് കൊടുക്കണം, അറിയുന്ന കാര്യമാണ്. ഇനി ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയാം. ഇതിപ്പോ 5 കിലോമീറ്റർ ആണെന്ന് കണ്ടു, ഇത് 12 കിലോമീറ്റർ ആണെന്ന് കണ്ടു. അപ്പൊ ഇതിന് നമ്മൾ എ ബി സി എന്ന് നെയിമിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബി സി ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാൻ പറ്റും, റൂട്ട് ഓഫ് എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അതാണ് നമ്മളിവിടെ എഴുതിയത്, റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. 5 സ്ക്വയർ പറയുമ്പോൾ 25 വരും, റൂട്ട് ഓഫ് 25 പ്ലസ് 12 സ്ക്വയർ പറയുമ്പോൾ 144 വരും. ദെൻ റൂട്ട് 169 എന്ന് കിട്ടും. റൂട്ട് 169 എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 13. അതാണ് ഫൈനൽ ആൻസർ. ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്, the length and breadth of a comb are 8 meter and 6 meter respectively. A cat runs along all the four walls and finally along a diagonal order to catch a rat. How much total distance is covered by the cat?
അതായത് ഒരു റൂമിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും 8 മീറ്റർ ആൻഡ് 60 മീറ്റർ റെസ്പെക്റ്റീവ്ലി ആണ് തന്നിട്ടുണ്ട്. ഒരു ക്യാറ്റ് ഒരു റാറ്റിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ വാൾ ഫുള്ളായിട്ട് റൺ ചെയ്തു. അഗെയിൻ പിന്നെന്താ ചെയ്തത്, ഡയഗണലി അയാൾ ക്യാറ്റ് മൂവ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ടോട്ടലി ക്യാറ്റ് മൂവ് ചെയ്തു എന്നുള്ളതാണ്, കവർ ചെയ്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ ഇതാണ് നമ്മളൊരു പിക്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു റൂമാണ്. 8 മീറ്റർ എന്താണ് ലെങ്ത്തും 6 മീറ്റർ ബ്രെഡ്ത്തും ഉണ്ട്. ദെൻ ടോട്ടൽ അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് 2 × 8 + 6. അതാണ് ഇവിടെ 8 + 6 + 2 പ്രാവശ്യം 8 + 6 എന്ന് എഴുതിയത്. പ്ലസ് പിന്നെ ഏതാണ് ഈ ഒരു ഡയഗണൽ ഡിസ്റ്റൻസ്. ഈ ഡയഗണൽ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് പൈതഗോറിയൻ തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഇടും, ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതെന്ന് പറയുന്നതാണ് √8² + 6². അപ്പോൾ 2 × 8 + 6 പറയുമ്പോൾ 28. അതായത് 8 8 16, 16ക്ക് 12 കൂട്ടിയാൽ 6 6ഉം 12 കൂട്ടിയാൽ 28. ദെൻ √8² + 6². 8² എന്ന് പറയുമ്പോൾ 64. ദെൻ 6² പറയുമ്പോൾ 36 = 100. അപ്പോൾ √100 എന്ന് പറയുമ്പോൾ 10. ദാറ്റ് ഈസ് 28 + 10 പറയുമ്പോൾ 38 മീറ്റർ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് മൂവ് ചെയ്യാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബോറാക്കാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. വൺ മോർണിംഗ് സുജാത സ്റ്റാർട്ടഡ് ടു വാക്ക് ടുവേർഡ്സ് ദ സൺ. ഒരു ആഫ്റ്റർ കവറിംഗ് സം ഡിസ്റ്റൻസ് ഷീ ടേൺ ടു റൈറ്റ്. After some distance, she turned to right, then again to right. After covering some distance, she again turns to right. Now in which direction is she facing? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏത് ഡയറക്ഷനിലാണ് സുജാത ഫേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് ഫസ്റ്റ് പറയുന്നത് മോർണിംഗിൽ സുജാത സണ്ണിന് ഫേസ് ചെയ്തിട്ടാണ് കുറച്ച് ഡിസ്റ്റൻസ് നടന്നത്. എന്നിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്തു, കുറച്ച് നടന്നു, അഗൈൻ റൈറ്റിലേക്ക് ടേൺ ചെയ്തു, കുറച്ച് നടന്നു, അഗൈൻ റൈറ്റിലേക്ക് ടേൺ ചെയ്തു, കുറച്ച് നടന്നു. ആ ഒരു സമയത്ത് അതായത് 3 പ്രാവശ്യം എന്ത് സണ്ണിന് ഫേസ് ചെയ്തിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ 3 പ്രാവശ്യം റൈറ്റിലേക്ക് ടേൺ ചെയ്തു എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫേസ് ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ മോർണിംഗിൽ സണ്ണിനെ ഫേസ് ചെയ്ത് നടക്കുക എന്ന് പറയുമ്പോൾ മോർണിംഗിൽ നമുക്കറിയാം സണ്ണ് എന്ന് പറയുന്നത് ഈസ്റ്റിലാണ് ഉണ്ടാവുക. സോ സുജാത ഫസ്റ്റ് മൂവ് ചെയ്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. ഈസ്റ്റ് ഡയറക്ഷനിൽ ഫസ്റ്റ് റൈറ്റിലേക്ക് ടേൺ ചെയ്താൽ സൗത്തിലെത്തും. സൗത്തിൽ നിന്ന് അഗൈൻ റൈറ്റിലേക്ക് ടേൺ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, വെസ്റ്റിലെത്തും. വെസ്റ്റിൽ നിന്ന് അഗൈൻ റൈറ്റിലേക്ക് മൂവ് ചെയ്താൽ നമ്മൾ നോർത്തിലാണ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ടുവേർഡ്സ് സൺ എന്ന് പറയുമ്പോൾ സണ്ണിന്റെ അറ്റ് മോർണിംഗ് സൺ എന്ന് പറയുമ്പോൾ എന്താണ് ഈസ്റ്റിലുള്ളത്. അപ്പൊ ടുവാർഡ് സൺ എന്ന് പറയുമ്പോൾ ഈ ഇതെന്ന് പറയുന്നത് ഈസ്റ്റിലേക്കാണ്. ഈസ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്തു പറയുമ്പോൾ നമ്മൾ എവിടെ എത്തി, സൗത്തിലെത്തി. ദെൻ സൗത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തതാണ്, റൈറ്റിലേക്ക് ടേൺ ചെയ്തു. സോ നമ്മൾ ഏത് ഡയറക്ഷനിലെത്തി, വെസ്റ്റിലെത്തി. വെസ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ടേൺ ചെയ്താൽ എന്താണ്, നമ്മൾ നോർത്ത് ഡയറക്ഷനിൽ. അപ്പൊ ഇപ്പൊ സുജാത ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, നോർത്ത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം ബോയ്സ് ആർ സിറ്റിംഗ് ഇൻ 3 rows all facing north. അപ്പോൾ some boys are sitting in 3 rows all facing north such that A is in middle row,
P is just to the right of A, but in the same row. Q is just behind of P, while R is in the north of A. In which direction of R is Q? അപ്പോൾ കുറച്ച് കുട്ടികള് ഒരു റോ വൈസിൽ അങ്ങനെ നോർത്തിലേക്ക് ഫേസ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അതില് എ എന്ന് പറയുന്നത് മിഡിലാണ് ഉള്ളത്, മിഡിൽ റോയിലാണ് ഉള്ളത്. ദെൻ പി എന്ന് പറയുന്നത് എന്റെ റൈറ്റ് സൈഡിലാണ്, പക്ഷെ പിയും എയും എന്താണ് സെയിം റോയിലാണ് ഉള്ളത്. ദെൻ ക്യൂ എന്ന് പറയുന്നത് പിന്റെ ജസ്റ്റ് ബിഹൈൻഡ് ആണ്. ദെൻ ആർ എന്ന് പറയുന്നത് എന്റെ നോർത്തിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആറിന്റെ ഏത് ഡയറക്ഷനിലാണ് ക്യൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പിക്ചറൈസേഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, നമ്മളോട് പറഞ്ഞു സം ബോയ്സ് ആണ്, അതിൽ മിഡിൽ ആണ്. എന്റെ റൈറ്റ് സൈഡിൽ പി ഉണ്ട്, പിന്റെ ജസ്റ്റ് ബിഹൈൻഡ് ആയിട്ട് ക്യൂ ഉണ്ട്. ദെൻ എന്റെ നോർത്ത് സൈഡിൽ ആർ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചോദിച്ചത്, ആറിന്റെ ഏത് ഡയറക്ഷനിലാണ് ക്യൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ജസ്റ്റ് നമ്മൾ ഡയറക്റ്റ് വരക്കുമ്പോ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? നമുക്ക് ഓൾറെഡി അറിയാം എന്റെ നോർത്ത് സൈഡിലാണ് എന്ത് ആർ ഉള്ളത്. അപ്പൊ ഇവിടെ നോർത്ത് ആണ്, ദെൻ ഇവിടെ ഈസ്റ്റ് ആണ്. അതായത് എന്റെ റൈറ്റ് സൈഡിൽ ഇ എന്ന് പറയുമ്പോൾ സോറി പി എന്ന് പറയുമ്പോൾ ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് സൗത്ത്. അപ്പൊ ഇവിടെ ക്യൂവിന്റെ ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ആർ എന്ന് പറയുന്നത് എന്താണ്? സൗത്ത് ഈസ്റ്റ് ആണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. One morning after sunrise, Vimal started to walk. During this walking, he met Stephen, who was coming from opposite direction. Vimal watched that shadow of Stephen to the right of him. അതായത് ടു വിച്ച് ഡയറക്ഷൻ വിമൽ വാസ് ഫേസിങ്. അപ്പോൾ വിമൽ ഒരു സൺറൈസിന് ശേഷം എന്താണ് വാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റീഫൻ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റീഫൻ വരുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ്, ബട്ട് സ്റ്റീഫന്റെ ഷാഡോ എന്ന് പറയുന്നത് വിമലിന്റെ റൈറ്റ് സൈഡിലാണ് വന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിമൽ ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ സെയിം ഐഡിയ തന്നെയാണ്. അതായത് മോർണിംഗിൽ സൺ എന്ന് പറയുന്നത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. അതാണ് ഇവിടെ പറയുന്നത്. സൺറൈസ് ഇപ്പോ മോർണിംഗിലാണ് സൺറൈസ് ഉണ്ടാവുക. സൺറൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈസ്റ്റിലാണ് ഉണ്ടാവുക. സോ ഷാഡോ എന്ന് പറയുമ്പോൾ വിൽ ആൾവേസ് ഫാൾസ് ടുവേർഡ്സ് വെസ്റ്റിലാണ് ഷാഡോ ഫോളോ ചെയ്യുക. സിൻസ് ഷാഡോ എന്ന് പറയുന്നത് വിമന്റെ ഏതാണ്? റൈറ്റ് സൈഡിലാണ് ഷാഡോ ഉള്ളത്. അപ്പൊ വിമന്റെ റൈറ്റ് സൈഡിൽ ഷാഡോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വിമന്റെ റൈറ്റ് സൈഡിൽ അതായത് ഷാഡോ വരുന്നത് എവിടെയാണ്? വെസ്റ്റിലാണ്. അപ്പൊ വിമലിന്റെ റൈറ്റ് സൈഡ് പറയുന്നത് വെസ്റ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ വിമൽ ഫേസ് ചെയ്തിരിക്കുന്ന ഏത് ഡയറക്ഷനിലായിരിക്കും? ഒബിയസ്ലി അതെന്തായിരിക്കും? സൗത്ത് ഡയറക്ഷനിലാണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ സൗത്ത്. അങ്ങനെ ആവുമ്പോഴേ റൈറ്റ് സൈഡിൽ ആര് വരുള്ളൂ? വെസ്റ്റ് വരൂ. ഓക്കെ, അപ്പൊ വിമൽ എന്ന് പറയുന്നത് ഫേസ് ചെയ്യുന്നത് ടുവേർഡ്സ് സൗത്തിലേക്കാണ്. Then next question. Golu started from his house towards north. After covering a distance of 8 kilometers, he turns left and cover a distance of 6 kilometers. What is the shortest distance now from his house? അങ്ങനെയാണെന്നെങ്കിൽ അതിന്റെ ആ ഒരു പോയിന്റിലേക്കുള്ള ഹൗസിൽ നിന്നുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താ പറഞ്ഞത്? ഹോമിൽ നിന്ന് 6 കിലോമീറ്റർ നോർത്തിലേക്ക് 8 കിലോമീറ്റർ നോർത്തിലേക്ക് മൂവ് ചെയ്തു. ദെൻ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 6 കിലോമീറ്റർ
8 കിലോമീറ്റർ നോർത്തിൽ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 6 കിലോമീറ്റർ. അപ്പൊ ഈ ഒരു പൊസിഷനും വീടും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. അതാണ് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അറിയാം പൈതഗോറിയൻ ഫോർമുല അപ്ലൈ ചെയ്താൽ സിമ്പിൾ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ എ സി എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് ആ ചോദിക്കുന്നത്. എ സി എന്ന് പറയുമ്പോൾ എന്താണ്? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. അതാണ് എ ബി സ്ക്വയർ പറയുമ്പോൾ 8 സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പറയുമ്പോൾ 6 സ്ക്വയർ. ദാറ്റ് മീൻസ് 64 പ്ലസ് 36 റൂട്ട് 100. റൂട്ട് 100 പറയുമ്പോൾ 10. ഓക്കെ, ദാറ്റ്സ് ഓൾ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പി സ്റ്റാർട്ടഡ് ഫ്രം ഹിസ് ഹൗസ് ടുവാർഡ്സ് വെസ്റ്റ്. അപ്പോൾ പി സ്റ്റാർട്ടഡ് ഫ്രം ഹിസ് ഹൗസ് ടുവാർഡ്സ് വെസ്റ്റ്. After walking a distance 25 meter, he turned right and walked 10 meter. He then again turned to right, walked 15 meter. After this, he is turned to right at 135 degree and to cover 30 meter. In which direction should he go? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അയാൾ പോയി മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണെന്നുള്ളതാണ്. അത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പി എന്ന് പറയുന്നത് ഹൗസിൽ നിന്ന് ടുവാർഡ് വെസ്റ്റിലേക്കാണ് മൂവ് ചെയ്തത്. 25 മീറ്റർ മൂവ് ചെയ്തതിന് ശേഷം അയാൾ റൈറ്റിലേക്ക് ടേൺ ചെയ്തു, 10 മീറ്റർ മൂവ് ചെയ്തു. അഗൈൻ റൈറ്റിലേക്ക് ടേൺ ചെയ്തു, 15 മീറ്റർ മൂവ് ചെയ്തു. ആഫ്റ്റർ അയാൾ ടേൺ ചെയ്ത് റൈറ്റിലേക്ക് 135 ഡിഗ്രി ടേൺ ചെയ്തിട്ട് 30 മീറ്റർ എന്തായത് കവർ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഡയറക്ഷൻ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളോട് പറഞ്ഞത് വെസ്റ്റിലേക്ക് 25 മീറ്റർ ആദ്യം മൂവ് ചെയ്തു. വെസ്റ്റിലേക്ക് 25 മീറ്റർ മൂവ് ചെയ്തതിന് ശേഷം റൈറ്റിലേക്ക് ടേൺ ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ അത് റൈറ്റിലേക്ക് വെസ്റ്റിന് റൈറ്റിലേക്ക് ടേൺ ചെയ്യാൻ പറയുമ്പോൾ നോർത്ത് ഡയറക്ഷനിൽ 10 മീറ്റർ മൂവ് ചെയ്തു. ദെൻ നോർത്തിൽ നിന്ന് അഗെയിൻ 10 മീറ്റർ റൈറ്റിലേക്ക് എന്തായത് ടേൺ ചെയ്തിട്ട് 50 മീറ്റർ. അപ്പൊ നോർത്തിൽ ഇത് നോർത്താണ്, ഇവിടെ വെസ്റ്റ്. ദെൻ നോർത്തിൽ നിന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്യാൻ പറയുമ്പോൾ ഈസ്റ്റ് ഡയറക്ഷനില്. ഈസ്റ്റ് ഡയറക്ഷനിൽ എത്തിയതിനു ശേഷം 50 മീറ്റർ എന്തായത് മൂവ് ചെയ്തു. എന്നിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്തു. ആ ഒരു റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്ന ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 135 ഡിഗ്രിയാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ നോർത്ത് ആണ്, ഇവിടെ സൗത്ത് ആണ്, ഇവിടെ ഈസ്റ്റ് ഉണ്ട്, ഇവിടെ വെസ്റ്റ് ഉണ്ട്. അപ്പൊ നോർത്തിൽ നിന്നും ഈസ്റ്റിലാണ് ഫൈനലി നമ്മൾ എത്തിയത്. ഈസ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ടേൺ ചെയ്യാന്ന് പറയുന്ന ആ ഒരു ആംഗിൾ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈസ്റ്റും സൗത്തും തമ്മിലുള്ള ആംഗിൾ പറയുമ്പോൾ 90 ഡിഗ്രിയാണ്. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് 135 ഡിഗ്രിയാണ്. അതായത് 90 ഡിഗ്രിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്? ടേൺ ചെയ്തിട്ടുണ്ട്. അതായത് അതെന്ന് പറയുന്നത് 180 ഡിഗ്രിനേക്കാളും കുറവാണ്. ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള ആംഗിൾ പറയുന്നത് 180 ആണ്. അപ്പോ 180നേക്കാളും കുറവാണ്, ബട്ട് 90നേക്കാളും കൂടുതലാണ്. അതെന്ന് പറയുന്നത് എവിടെയാണ് വരിക? ഈ ഒരു ഏരിയയിലാണ് വരിക. അതായത് സൗത്ത് വെസ്റ്റ് ഏരിയയിലാണ് ആ ഒരു ആംഗിൾ വരിക. 135 ഇത്രയും ആംഗിൾ പറയുമ്പോൾ 135 എന്ന് പറഞ്ഞ ആംഗിൾ വരുന്നത് സൗത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയിലാണ്. അങ്ങനെയാണ്. ഇപ്പൊ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആയിരിക്കും. അതാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫൈനൽ ആൻസർ പറയുമ്പോൾ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ഇപ്പൊ അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ്? ആ ഒരു ഡിഗ്രി ഓഫ് ടേണിങ് നമുക്ക് തന്നതുകൊണ്ടാണ് നമ്മൾ ഇത് കറക്റ്റ് കണ്ടെത്താൻ നമുക്ക് പറ്റിയത്. 90 ഡിഗ്രി അല്ലെങ്കിൽ അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ 90 ഡിഗ്രി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഫൈനൽ പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒക്കെ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്ഷൻ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോ ഇത് നമ്മൾ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഒരുവിധം ഐ തിങ്ക് സെൻസ് ഓഫ് ഡയറക്ഷനിൽ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.
അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് മാത്രമല്ല, സെൻസ് ഓഫ് ഡയറക്ഷന്റെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു ഓൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.